ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് നല്ല ഒരു അടിപൊളി അടപ്രഥമനായിട്ടാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണിത് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ആദ്യം ഇതിലേക്ക് നമുക്ക് ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാൽ പെട്ടെന്ന് നമുക്ക് തമ്പാൽ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം, വളരെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ പിഴിഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെ മുഴുവനും പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇനി ബാക്കി നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള ബാക്കിയുള്ള നമ്മുടെ നാളികേരമുണ്ട്, അതിലേക്ക് ഇതേപോലെ തന്നെ വീണ്ടും കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ മിക്സിയിലിട്ട് അടിച്ചപ്പോൾ കുറച്ച് അരവ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്ര തന്നെ അരവ് വേണ്ട, എന്നാലും വല്ലാതെ അരയ്ക്കാതിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്കത് അരയുന്ന രീതിയിലുള്ളൊരു വെള്ളം വേണം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുള്ള അരച്ചെടുത്തിട്ടുള്ള നാളികേരമാണിത്. ഇനി നമുക്കിത് നമ്മളുടെ ഈ ഉരുളിയിലേക്ക് നമുക്കത് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ 3-ാം പാലൊന്നും എടുക്കുന്നില്ല, ഞാൻ ഈ 2-ാം പാൽ, ഇതിന് നമ്മൾ 2-ാം പാലെന്ന് പറയുക. ആദ്യത്തെ 1-ാം പാൽ നമ്മൾ തമ്പാലെന്നും പറയും. അപ്പോൾ ഈ 2-ാം പാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുറുകി വരണം. അല്ലെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ, ആ വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് ഒന്നിങ്ങോട്ട് വെന്തതിൻ്റെ ശേഷം ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം ഞാനത് വീണ്ടും പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ ഊറ്റി വെച്ചിട്ട് എടുത്തിട്ടുള്ള അടയാണിത്. ആ അട ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ള അടയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് കൂടുതൽ സമയമൊന്നും വേണ്ട. നമുക്ക് ഈ പാലിൻ്റെ കൂടെ നമ്മുടെ ഈ അട ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ ആ പാലിൻ്റെ ആ ഫ്ലേവർ നമ്മുടെ അടയിലേക്കൊന്ന് പിടിക്കുന്ന രീതിയിലുള്ള അത്രയും സമയം നമുക്കതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നേരത്തെ നമ്മൾ പാല് കുറുകി വന്ന പോലെ തന്നെ ഈ അട ഇട്ടതിന് ശേഷവും ഇതേപോലെ തന്നെ നന്നായിട്ട് കുറുകി വരണം. അങ്ങനെ കുറുകി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കിട്ടുകയാണ്. പിന്നെ ഇളക്കാതിരിക്കരുത്, എപ്പോഴും നമ്മളിത് ഇങ്ങനെ പായസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാനൊരു 300-350 ഗ്രാമോളം ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കര നമ്മൾ അങ്ങനെ ഉരുക്കി വെച്ചത് അങ്ങനെ തന്നെ ഒഴിക്കരുത്. ഇത് ഉരുക്കി വെച്ച ശർക്കരയാണ്. അപ്പോൾ അത് ഒന്ന് അരിച്ചിട്ടിടണം, കാരണം അതിൽ കല്ലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അരിച്ച് ഞാനിതിലേക്ക് ഒഴുകണം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്ന നമ്മുടെ പാലും അടയും കൂടിയിട്ടുള്ള കുറുകി വന്നതിലേക്ക് ഞാൻ ഈ 300-350 ഗ്രാമോളം ശർക്കര ഉരുക്കിയത് ഞാൻ നന്നായിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇളക്കുക. ഇനി ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ അടയിലും പാലിലും ഇത് പിടിച്ച പോലെ തന്നെ നമ്മുടെ ഈ ശർക്കരയും കൂടി ഇതിൻ്റെ കൂടെ ഈ 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അങ്ങനെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ളതാണിത്. അപ്പോൾ നന്നായിട്ട് കുഴമ്പ് രൂപത്തിലായി. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പക്ഷേ പായസത്തിൻ്റെ എസൻസ് എന്ന് പറയുന്നത് നമ്മുടെ തമ്പാൽ ഇതിൽ ഒഴിക്കുമ്പോഴാണ്. അപ്പോൾ തമ്പാൽ ഒഴിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ തമ്പാൽ ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യിൽ മൂപ്പിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഇതേപോലെ തന്നെ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണം സ്പെഷ്യലിൻ്റെ അടപ്രഥമൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഓണം വരെ എൻ്റെ എല്ലാ ഹൃദയം നിറഞ്ഞ നന്മകൾ നേരുന്നു. ഞാൻ സുപ്രിയ കിഷോർ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, ഷെയർ ചെയ്തിട്ടുള്ള, ലൈക്ക് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അതുപോലെ തന്നെ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.